കാറ്റുണ്ട്. ചുരം കടന്നെത്തുന്ന പാലക്കാടൻ കാറ്റ്. ദേഹത്ത് ചെറുകുളിരായി കയറുന്ന ഈ കിഴക്കൻ കാറ്റാണ് രഥോത്സവത്തിന് സമയമായെന്ന് ദേശത്തെ അറിയിക്കുന്ന ആദ്യ ദൂതൻ. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിന്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവത്തോടെയാണ്. രാവും പകലും ഭേദമില്ലാതെ ഉത്സവത്തിന് അഴക് ചാർത്തിയ നാടാണ് കൽപ്പാത്തി. വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഇവിടേക്ക് ഒഴുകി വരുന്ന ഭക്തർക്ക് പുറമെ ആഘോഷലഹരിയിൽ ഒഴുകി വരുന്ന ഉത്സവ പ്രേമികളും നിരവധിയാണ്. വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. പരബ്രഹ്മമൂർത്തിയായ കാശി വിശ്വനാഥ പ്രഭുവും ഭഗവാന്റെ പത്നിയും ആദിപരാശക്തിയുമായ വിശാലാക്ഷിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ലക്ഷ്മി നാരായണ പെരുമാൾ, മന്ദക്കര മഹാഗണപതി തുടങ്ങി ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ മൂർത്തികളും രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. കൽപ്പാത്തിക്ക് തമിഴ്നാട്ടിലെ മയിലാടുതുറയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, മയിലാടുതുറൈ മേഖലയിൽ നിന്നും കുടിയേറിയ ജനതയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അനുരണനങ്ങളാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പ്രതിഫലിക്കുന്നത്. മയിലാടുതുറയ്ക്ക് മായാവരം എന്നായിരുന്നു പഴയ പേര്. AD 1310 പാണ്ഡ്യരാജാവായിരുന്ന രാമവർമ്മ കുലശേഖരൻ അന്തരിച്ചപ്പോൾ പിന്തുടർച്ചാവകാശത്തെ കുറിച്ചുണ്ടായ കലഹം ആഭ്യന്തര യുദ്ധമായി പരിണമിക്കുകയും അരക്ഷിതരായ ജനങ്ങൾ പല ദിക്കിലേക്കും പലായനം ചെയ്യുകയും ചെയ്തു. ബ്രാഹ്മണർ മാത്രമല്ല, അവരോടൊപ്പം മറ്റു പല ജനവിഭാഗങ്ങളും കൽപ്പാത്തിയിലും പരിസരങ്ങളിലും എത്തി താമസം ഉറപ്പിച്ചു. തുലാമാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് രഥോത്സവം നടത്തുന്നത്. തുലാം 28, 29, 30 തീയതികളിലാണ് വലിയ ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണം ചെയ്യുന്നത്. പാലക്കാട്ടെ എല്ലാ വഴികളും കൽപ്പാത്തിയിലേക്ക് നീളുന്ന ദിനങ്ങൾ. നിലാതീരത്ത് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ പരക്കുമ്പോൾ വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി തേർമുട്ടി ജംഗ്ഷനിൽ ദേവരഥങ്ങൾ സംഗമിക്കും. രഥോത്സവത്തിന്റെ സമയത്ത് ചെണ്ടയിൽ പ്രത്യേക താളത്തിൽ കൊട്ടും. ഇതിനെ തേരുകൊട്ട് എന്ന് പറയുന്നു. രഥോത്സവത്തിന്റെ മേളപ്പെരുമയുടെ ആത്മാവ് തേരുകൊട്ടിലാണ്. മരത്തടിയിൽ ശില്പികൾ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ധാരുശില്പങ്ങൾ 5 നിലകളിലായി കോർത്തിറക്കിയ ദേവരഥങ്ങളിൽ ഉത്സവകാലത്ത് സുവർണ നിറത്തിൽ ശ്രീകോവിലും അതിനു മുകളിൽ 5 നിലകളിലായി തുമ്പപ്പൂവിന്റെ നിറമുള്ള വെണ്ടുമാലയിൽ തീർത്ത ഗോപുരവും സ്വർണ്ണ താഴികക്കുടവും ഭഗവപാതയും സ്ഥാപിച്ചു. മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലങ്ങൾ എഴുതി ഓരോ വീടുകളും ഉത്സവത്തെ വരവേൽക്കും. ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധമുള്ള പാലക്കാടൻ കാറ്റ് കൽപ്പാത്തിപ്പുഴയെ തഴുകുമ്പോൾ ഓരോ മനുഷ്യന്റെയും മനസ്സ് തളിർക്കും. നിത്യേന വേദമന്ത്രങ്ങൾ മുഴങ്ങുന്ന വീടുകൾ അതിഥികളെ കൊണ്ട് നിറയും. ഇതൊക്കെയാണ് വിഖ്യാതമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.